സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് നല്ല ബോധം നൽകട്ടെ. പുതിയ കാലത്ത് ഈ കൊറോണ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ആരോഗ്യ പ്രശ്നമല്ല. ആളുകൾ മരിച്ചുപോയാക്ക് ശുഹദാക്കളെ കൂലിയിട്ട് ഒരു സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അങ്ങനെ ആക്കി കൊടുക്കട്ടെ. ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് മൂല്യച്യുതി സംഭവിച്ചു എന്നുള്ളതാണ്. സാംസ്കാരികമായ തകർച്ച ഉണ്ടായി. ഹയാ ജനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. കൊറോണക്ക് മുമ്പും ശേഷവും എന്ന രണ്ട് ഘട്ടങ്ങൾ വന്നു. ശേഷമുള്ള ഒരു അവസ്ഥയാണ് ഹയാ ഇല്ലാത്തൊരു ലോകം. ഞാൻ ഈ പറയുന്നതും ട്രോളാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ആണായാലും പെണ്ണായാലും ഭാര്യയും ഭർത്താവിനും ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ലോകത്ത് മുഴുവൻ എന്തും സംഭവിക്കാം, എന്തും പറയാം, ആരെക്കുറിച്ച് എന്തും പറയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വന്നു. ഈമാൻ എന്നതൊരു വിഷയമേ അല്ലാതായി പോയി. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആ കൂട്ടത്തിൽപ്പെട്ട സംഗതികളാണ് പെണ്ണുങ്ങള് ചക്ക പുഴുങ്ങാണ്. നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? ചക്കന്റെ കറി വെക്കുന്നത് വീഡിയോ പിടിക്കാണ്, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാം. പഴംപൊരി ദുന്യാവില് മലയാളി എവിടെ ഉണ്ടോ അവിടെ പഴംപൊരി ഉണ്ടോ? എന്നാലും പഴംപൊരിക്കണത് യൂട്യൂബിൽ ഇടുകയാണ്. എല്ലാവർക്കും അറിയ സംഗതി, വെറുതെ ഇടുകയാണ്. എല്ലാ സംഗതികളും മനുഷ്യന്മാർ ഉറങ്ങണതും കുളിക്കണത് വരെ എടുത്തിട്ട് യൂട്യൂബിൽ ഇടുകയാണ്, ഫേസ്ബുക്കിൽ ഇടുകയാണ്. എന്നിട്ട് ലൈക്കിനും കമന്റിനും കാത്തു നിൽക്കാണ്. ചീത്ത വിളിച്ചിട്ട് കമന്റ് അടിച്ചാൽ ഇവന് പൈസ കിട്ടും. അതാ അതിന്റെ പ്രത്യേകത. അള്ളാഹു നമുക്ക് ഹയാ നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു തആല ബലപ്പെടുത്തി തരട്ടെ. ആ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഏറ്റവും വലിയ തകർച്ചയാണ് ഉപ്പയും മകനുമായി അഭിനയിക്കാണ് ആളുകള്. എന്നിട്ട് ഉപ്പ മകനെ ചീത്ത വിളിക്കുന്നു, മകൻ ഉപ്പാനെ ചീത്ത വിളിക്കുന്നു, ഉപ്പ മകനെ അടിക്കുന്നു, മകൻ ഉപ്പാനെ തിരിച്ചടിക്കുന്നു, ഉപ്പാനെ കൂട്ടുകാരെ കൂടെ വന്നിട്ട് ചീത്ത വിളിക്കുന്നു. ഇതെല്ലാം വീഡിയോയിൽ ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. നമ്മുടെ മക്കൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉപ്പയോടെങ്ങനെ സംസാരിക്കണമെന്നത് മദ്രസയിൽ പഠിച്ച മോനാണ് ഈ മകൻ. മദ്രസ ഏറ്റവും ഖൈറായ സംവിധാനം പഠിപ്പിച്ചിട്ടില്ലേ? ഉപ്പാന്റെ മുമ്പിലൂടെ നടക്കരുത്, മാതാപിതാക്കളെ മുന്നിലൂടെ നടക്കരുത്, മാതാപിതാക്കളെ മുന്നിൽ നിന്ന് ഉച്ചത്തിൽ സംസാരിക്കരുത്, ഗുരുജനങ്ങളോട് അതവ് പാലിക്കേണ്ടതുണ്ട്. ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വയഅരിഫു ഹഖ്ഖ കബീരിനാ. നമ്മളെ മക്കള് മദ്രസയിൽ പഠിക്കുന്നതാണ്. ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കേണ്ടതുണ്ട്. പ്രായമുള്ള ആളെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്. പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കാത്തവരും ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കാത്തവരും നമ്മിൽ പെട്ടവനല്ലെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് മദ്രസയിൽ പഠിച്ച മക്കളല്ലേ നമ്മള്? നമ്മുടെ സമുദായം, നമ്മുടെ സമൂഹം, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ചെയ്യുന്നല്ലേ, പേരുള്ള ചില ആളുകൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്. ഉപ്പാനെ ചീത്ത വിളിക്കുന്നത് അതിങ്ങനെ ഒരു കോമഡി ആയിട്ട് അടിക്കാണ്. ഉമ്മാനെ ചീത്ത വിളിക്കുന്നു, ഉമ്മാനെ സംസാരത്തിൽ ഉമ്മാനെ അവമതിക്കുന്നു, ഉമ്മാനെ ചീത്ത വിളിക്കുന്നു, ഉമ്മയെ വഷളാക്കുന്നു. അത് കോമഡിയായിട്ട് ഭയങ്കര സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നു. കുടുംബ ഗ്രൂപ്പുകളിൽ ഇതിങ്ങനെ ഫോർവേഡ് ചെയ്യപ്പെടുന്നു. ഉമ്മയും ബാപ്പയും മക്കളെല്ലാം കൂടി കണ്ടിട്ട് ചിരിക്കുന്നു. നഊദു ബില്ലാഹ്. കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം. ഏറ്റവും പരിശുദ്ധമായ ബന്ധം. സുബ്ഹാനല്ലാഹ്. പഴയ കാലം മുതൽ തന്നെ നമ്മുടെ മലയാളക്കരയിൽ പ്രത്യേകമായും, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങോട്ടുണ്ട്, ഞങ്ങളൊക്കെ കണ്ണൂർ ജില്ലേന്റെ ഫാഷൻ അങ്ങോട്ടാണ്. അവിടെ ഭാര്യന്റെ വീട്ടിലാണ് ഭർത്താക്കന്മാര് താമസിക്കുക. ഇവിടൊക്കെ ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ താമസിക്കലല്ലേ? അല്ലേ? അങ്ങനല്ലേ? നമ്മളെ നാട്ടിലൊക്കെ ഭാര്യന്റെ വീട്ടിലാണ് താമസിക്കുക. എവിടെയും അറകൾ ഉണ്ടാക്കുന്നതിനാണ്. ഭാര്യയും ഭർത്താവും സ്വകാര്യ ജീവിതം സന്തോഷത്തിൽ ജീവിക്കാനാണ് അടച്ചുറപ്പുള്ള അറ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ ചുംബനം കൊടുക്കാൻ അറ വേണ്ടതില്ല.
അത് നടുറോഡിലായാലും വീട്ടിന്റെ മുറ്റത്തായാലും തോണിയിലായാലും ബോട്ടിലായാലും കപ്പലിലായാലും ഫ്ലൈറ്റിലായാലും ചുംബനം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അത് പിടിക്കാൻ വേണ്ടി വേറൊരുത്തിന് ഇവരെന്നെ ഏൽപ്പിച്ചിട്ട് അവരെന്നെ അപ്ലോഡ് ചെയ്യാൻ. ഇത്ര ഭക്ഷണന്മാരായി നമ്മൾ മാറിപ്പോകുന്നത് ഖേദകരമല്ലേ? ഹയാ ഉയർത്തപ്പെടുന്ന കാലം വരുമെന്ന് നബി